പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മധ്യേഷ്യയിൽ നിന്നും വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ പ്രത്യാക്രമണങ്ങൾ കനക്കുകയാണ്. വെടിനിർത്തൽ ആരംഭിച്ചത് മുതൽ ഇത് മൂന്നാം തവണയാണ് അമേരിക്ക ഈ വെടിനിർത്തൽ ലംഘിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയെ തങ്ങൾക്ക് വിശ്വാസമില്ല, ഇനിയൊരു ചർച്ചയുമായി ഞങ്ങൾ മുന്നോട്ട് വരുന്നില്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ രൂക്ഷമായ ആക്രമണങ്ങളാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് അമേരിക്കക്കും സഖ്യരാഷ്ട്രങ്ങൾക്കും നേരെ ഉണ്ടായിരിക്കുന്നത് എന്ന വാർത്തകൾ വരികയാണ്. കഴിഞ്ഞ 2 ദിവസവും രാത്രിയും പകലും എല്ലാം ഈ മധ്യേഷ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത് അതിരൂക്ഷമായ പ്രത്യാക്രമണങ്ങളാണ്. നിരവധിയായ പ്രത്യാക്രമണങ്ങൾ നടക്കുന്നു. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെയും ഇറാൻ വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ രൂക്ഷമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയെന്ന വാർത്തകൾ വരുന്നു. ഒപ്പം തന്നെ ഇറാനിലും അമേരിക്കയുടെ പ്രത്യാക്രമണം നടക്കുന്നു. ഇറാനിയൻ വാർത്താ ഏജൻസികൾ ഉദ്ധരിച്ച് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മേഖലയിലെ US സേനയ്ക്ക് നേരെ തിരിച്ചടി ആരംഭിച്ചതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്പ് IRGC അറിയിപ്പ് നൽകിയിട്ടുണ്ട്. കുവൈത്ത്, ബഹ്റൈൻ, ജോർദാൻ എന്നിവിടങ്ങളിലെ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആക്രമണം നടത്തിയത് എന്നാണ് പ്രത്യേകം വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഇറാനിലെ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസ്, ക്ഷയം ദ്വീപ്, തെക്കൻ നഗരങ്ങളായ സിരിക്ക്, മിനാബ് കൂടാതെ ടെഹ്റാന് പടിഞ്ഞാറുള്ള കറാച്ച് ഉൾപ്പെടെയുള്ള നിരവധി സ്ഥലങ്ങളിൽ അമേരിക്കൻ ആക്രമണങ്ങൾ നടന്നതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. IRGCയുടെ പബ്ലിക് റിലേഷൻ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യാഴാഴ്ച പുലർച്ചെ 12 ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് IRGC എയ്റോസ്പേസ് ഫോഴ്സ് തങ്ങളുടെ ഓപ്പറേഷൻ ആരംഭിച്ചിട്ടുള്ളത്. അമേരിക്കൻ F-35, F-15, F-16 യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളെയും അൽ അസ്റഖ് വ്യോമത്താവളത്തെയും കൺട്രോൾ സെന്ററിലെയും ഭീകര US സൈന്യത്തിന്റെ പ്രധാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം എന്ന് പ്രസ്താവനയിൽ IRGC വ്യക്തമാക്കുന്നു. മിസൈലുകൾ ശേഖരിച്ച സ്ഥലങ്ങളും അതോടൊപ്പം തന്നെ വലിയ ശതമാനം അമേരിക്കൻ യുദ്ധവിമാനങ്ങളും വിജയകരമായി തങ്ങൾ തകർത്തു എന്നും IRGC നൽകുന്ന പ്രസ്താവനയിലുണ്ട്. പക്ഷേ അത് മറ്റു മാധ്യമങ്ങളൊന്നും തന്നെ ആ തരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. IRGCയിൽ നിന്നുള്ള അറിയിപ്പ് മാത്രമാണ്. സാധാരണഗതിയിൽ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ തകർക്കപ്പെട്ടു എന്ന വാർത്തകളൊക്കെ മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇനി സാധാരണഗതിയിൽ IRGC റിപ്പോർട്ട് ചെയ്ത ശേഷം 2-3 ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമൊക്കെയാണ് പലപ്പോഴും അമേരിക്കൻ ക്യാമ്പുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ അവർക്ക് സംഭവിച്ച നഷ്ടങ്ങളെ കുറിച്ചൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ആ തരത്തിൽ മാത്രമാണ് മാധ്യമങ്ങൾക്ക് വാർത്തകൾ ചോർന്ന് ലഭിക്കാറുള്ളത്. പ്രത്യേകിച്ച് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഭാഗത്ത് അവർ കേൾക്കുന്ന നഷ്ടങ്ങൾക്ക് ആ തരത്തിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. നമുക്ക് കാത്തിരിക്കാം ആ വിഷയവുമായി ബന്ധപ്പെട്ട്. ഏതായിരുന്നാലും IRGC തങ്ങൾ നിരവധി യുദ്ധവിമാനങ്ങൾ തകർത്തു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ അമേരിക്കയുടെ മിലിറ്ററിയുടെ സെൻട്രൽ കമാൻഡ് CENTCOM ഇറാനിലെ നിരവധി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. ഇത് സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായാണ് ചെയ്തത് എന്നാണ് അമേരിക്ക വ്യക്തമാക്കിയിരുന്നത്. ഇറാനെതിരെ വീണ്ടും ആക്രമണം നടത്താൻ സൈന്യം ഒരുങ്ങുകയാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്നീട് മുന്നറിയിപ്പും നൽകി. അവർക്ക് ഏറ്റവും മികച്ചതാകുമായിരുന്ന ഒരു കരാറിലെത്താൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു, പക്ഷേ അവർ ഒരുപാട് സമയമെടുത്തു. ഇപ്പോൾ അതിന്റെ വില അവർ നൽകേണ്ടി വരും എന്നായിരുന്നു ട്രംപ് അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ട്രംപിന് അതേ നാണയത്തിൽ തന്നെ ഇറാൻ മറുപടിയും നൽകി. ടെഹ്റാനും വാഷിംഗ്ടണും പരസ്പരം ആക്രമണങ്ങൾ നടത്തുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കൻ ഇസ്രായേൽ ആക്രമണങ്ങൾ തടയാൻ ഗൾഫിലെ തങ്ങളുടെ അയൽ രാജ്യങ്ങൾക്ക് നിയമപരമായും ധാർമ്മികവുമായ ഉത്തരവാദിത്തമുണ്ട് എന്നായിരുന്നു ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം ബുധനാഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നത്. ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ മേഖലയിലെ എല്ലാ രാജ്യങ്ങൾക്കും, പ്രത്യേകിച്ച് പേർഷ്യൻ ഗൾഫിന്റെ തെക്കൻ തീരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവർക്ക് ഇറാനെതിരായ ശത്രുതാപരമായ നടപടികൾ ആസൂത്രണം ചെയ്യാനോ സംഘടിപ്പിക്കുവാനോ നടപ്പിലാക്കുവാനോ പിന്തുണക്കുവാനോ സൗകര്യം കൊടുക്കുവാനോ US സൈന്യത്തിനും ഇസ്രായേലിനും തങ്ങളുടെ ഭൂപ്രദേശങ്ങളോ സൗകര്യങ്ങളോ ഉപയോഗിക്കുവാനോ അനുവാദം നൽകാതിരിക്കാൻ നിയമപരമായും ധാർമ്മികപരമായുള്ള ഉത്തരവാദിത്തമുണ്ട് എന്ന് തങ്ങൾ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നു എന്ന് ഇറാൻ വ്യക്തമാക്കി. ഇത് ലംഘിക്കപ്പെടുന്ന പക്ഷം പ്രതിരോധത്തിന്റെ തന്നെ ഭാഗമായി തങ്ങൾക്കും ആക്രമണം നടത്താൻ ബാധ്യതയുണ്ട് എന്നായിരുന്നു ഇറാന്റെ ഒരു മുന്നറിയിപ്പും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുള്ള മറുപടിയുമായി വന്നിട്ടുള്ളത്. ആ മറുപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ചർച്ചകളുടെ ഭാഗമായി ഭാഗികമായി തുറക്കപ്പെട്ടിരുന്ന അഥവാ വലിയ
മില്യൺ കണക്കിന് ഡോളറുകൾ ടാക്സ് നൽകി മാത്രം കടത്തിവിട്ടിരുന്ന, ഹോർമസിലൂടെ കടത്തിവിട്ടിരുന്ന എണ്ണക്കപ്പലുകൾക്കും മറ്റ് ചരക്ക് കപ്പലുകൾക്കും നേരത്തെ ഒരു ഇളവ് നൽകിയിരുന്നു. എന്നാൽ ആ ഇളവ് ഇപ്പോൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഹോർമസ് പൂർണ്ണമായും വീണ്ടും അടച്ചുപൂട്ടിയതോടെ വീണ്ടും നടുക്കടലിൽ അകപ്പെട്ടിരിക്കുകയാണ് നിരവധിയായ ചരക്ക് കപ്പലുകൾ. ഇതോടെ ലോകം വീണ്ടും സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു എന്ന വാർത്തകൾ വരുന്നു. ഇറാന്റെ മെഹർ വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ഓയിൽ ടാങ്കറുകളും വാണിജ്യ കപ്പലുകളും ഉൾപ്പെടെയുള്ള എല്ലാത്തരം കപ്പലുകൾക്കുമായി ഹോർമസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിടാൻ ഇറാന്റെ സൈന്യം ഉത്തരവിട്ടിട്ടുണ്ട്. കുട്ടികളെ കൊന്നൊടുക്കുന്ന US സൈന്യത്തിന്റെ നിരവധി വിമാനങ്ങളും സുപ്രധാന സൗകര്യങ്ങളും ഈ ആക്രമണത്തിൽ തകർത്തതായും പ്രസ്താവനയിൽ പറഞ്ഞു. നസറാബാദ്, ഖരാജ് എന്നിവക്ക് സമീപമുള്ള ഒരു വിനോദ കേന്ദ്രം, ഉൽപാദന സമുച്ചയം, ഒരു ബാരക്കിന്റെ പരിസരം എന്നിവക്ക് നേരെയും കൂടാതെ പിഷ്വയിലെ പ്രാദേശിക IRGC താവളത്തിന് നേരെയും US നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണ് ഓപ്പറേഷൻ എന്ന് ആ പ്രസ്താവനയിൽ അവർ പറയുന്നുണ്ട്. ഏതായാലും പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിൽ നിൽക്കുകയാണ്. ഈ ലോകകപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അമേരിക്ക വീണ്ടും ഈ ഒരു യുദ്ധകാക്കളം മുഴക്കുന്നതോടെ നമ്മുടെ വാർത്തകളെല്ലാം ലോകകപ്പിനെ മറച്ചു വെച്ചുകൊണ്ട്, പ്രത്യേകിച്ച് അമേരിക്കയിലാണ് ഈ ലോകകപ്പ് നടക്കുന്നത്, ഭൂരിഭാഗം മത്സരങ്ങളും അമേരിക്കയിലാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കക്ക് ഇതിന് വലിയ ഒരു നാണക്കേട് തന്നെ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട്. കാരണം യുദ്ധം രൂക്ഷമായി കഴിഞ്ഞാൽ യുദ്ധവാർത്തകളിലേക്ക് ലോകം തിരിയും. ലോകകപ്പ് അതൊരു കേവലം മത്സരം മാത്രമായിട്ട് മാറും. ആ തരത്തിൽ ട്രംപ് ഉണ്ടാക്കുന്ന പരിക്ക് ലോകത്തിന്റെ സമസ്ത മേഖലകളേക്കും ബാധിക്കും എന്ന തരത്തിലുള്ള വിലയിരുത്തൽ. ഇനി അത് തന്നെയാണോ ഇറാന്റെ ആക്രമണത്തിന്റെ പിന്നിലുള്ള ആ രൂക്ഷമായിട്ടുള്ള ഗൂഢമായിട്ടുള്ള രഹസ്യം എന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഏതായിരുന്നാലും മേഖല അശാന്തമാണ്. പ്രത്യാക്രമണങ്ങൾ തുടരുകയാണ്. അത് വളരെ വലിയ രീതിയിലേക്ക് അതിന്റെ വേവുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഓരോ മിനിറ്റിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. waytonikah.com, the exclusive Muslim matrimonial site.